ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്നത് നല്ല സിമ്പിളായിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഫഡ്ജിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ചോക്ലേറ്റ് ഫഡ്ജ് റെസിപ്പി ഒത്തിരി ഉണ്ടാവുമായിരിക്കാം, പക്ഷേ ഈ ഒരു റെസിപ്പി ഞാൻ ചുമ്മാ പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ. 2 ഇൻഗ്രീഡിയൻസ് ജസ്റ്റ് കമ്പൈൻ ചെയ്ത് സെറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കി. അപ്പോൾ നല്ലതുപോലെ സെറ്റായിട്ട് വന്നു. അതുപോലെ തന്നെ ശരിക്കും കഴിക്കാൻ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടം, മോനൊക്കെ ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ആ ഒരു റെസിപ്പി അമ്മമാർക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രം വെച്ച് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഹോം മെയ്ഡ് ചോക്ലേറ്റ് റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് കണ്ട് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ മോൾഡാണ് ഒന്ന് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ കപ്പ് കേക്കിൻ്റെ ഒരു മോൾഡ് കാണിക്കുന്നുണ്ട്, സിലിക്കോൺ. ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഐസ് ക്യൂബ് ട്രേ എല്ലാവരുടെ കയ്യിലുണ്ടാവും, അത് ഉപയോഗിക്കാം. പക്ഷേ ഐസ് ക്യൂബ് ട്രേ ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും ചൂടോടുകൂടി ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കരുത്. അത്യാവശ്യം ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് റോൾ ചെയ്ത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് ഈ സിലിക്കോൺ മോൾഡ് ഇതുപോലെയൊന്നും ഇല്ലയെന്നാണെങ്കിൽ ഇതുപോലെ അലുമിനിയം ഫോയിൽ കണ്ടോ, കുറച്ച് അത്യാവശ്യം കട്ടിയുള്ള അലുമിനിയം ഫോയിൽ ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ശരിക്കും ചോക്ലേറ്റിൻ്റെ നല്ലൊരു ഷേപ്പിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിനകത്ത് പ്രധാന ചേരുവ എന്ന് പറയുന്നത് ഒറിയോ ബിസ്ക്കറ്റാണ്. അപ്പോൾ ഒറിയോ ബിസ്ക്കറ്റ് ഞാനിപ്പോൾ ഒരു 4 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഒന്നിൽ 4 പീസസ് വരുന്നതാണ് കേട്ടോ. ടോട്ടൽ ഒരു 16 പീസ് ബിസ്ക്കറ്റാണ് ഉള്ളത്. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാനൊരു ബൗളിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ചോക്ലേറ്റ് ഫഡ്ജ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യമേ തന്നെ ഈ ഒരു ക്രീം നമുക്ക് ഇതിനകത്തു നിന്ന് മാറ്റണം. ഓരോ ബിസ്ക്കറ്റിനകത്തു നിന്ന് വരുന്ന ക്രീം മാക്സിമം നന്നായിട്ട് തന്നെ സ്പൂൺ ഉപയോഗിച്ചിട്ട് മാക്സിമം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഒരു ബൗളിനകത്തോട്ടേക്ക്. അപ്പോൾ ക്രീം ഞാനൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്ത് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബിസ്ക്കറ്റ് വേറൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ബിസ്ക്കറ്റ് നല്ല പൗഡർ പോലെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു മിക്സിയിലെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കണം. ഒന്ന് ചൂടായി വരുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിലോട്ടേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 5 ടേബിൾ സ്പൂണാണ്. 5 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ 5 ടേബിൾ സ്പൂണൊക്കെ ധാരാളമാണ്, കാരണം ബിസ്ക്കറ്റിന് ഓൾറെഡി നല്ലൊരു മധുരം ഉണ്ടാകും. പിന്നെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഫ്ലേവറും കൂടി ആകുമ്പോൾ ശരിക്കും ചോക്ലേറ്റ് കഴിക്കുന്ന ഒരു നല്ലൊരു ഫീലായിരിക്കും, നല്ല ടേസ്റ്റിയാണ്. ഇനി ഈ കണ്ടൻസ്ഡ് മിൽക്ക് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഈ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം, നമ്മുടെ ഒറിയോ ബിസ്ക്കറ്റിൻ്റെ ക്രീമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ ക്രീം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഒക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ അതിനകത്ത് പാൽപ്പൊടിയൊക്കെ, മിൽക്ക് ചോക്ലേറ്റിനകത്തൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പാൽപ്പൊടി വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടേസ്റ്റാണ് നമ്മൾ ഈ കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ തന്നെ ഇതിനകത്തുള്ള ക്രീമും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുമ്പോഴുള്ളത്. ഒന്ന് മിക്സായി വരുമ്പോൾ നമ്മുടെ ഈ ഒരു ബിസ്ക്കറ്റ് പൗഡർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ശരിക്കും നമ്മൾ കൊക്കോ പൗഡറൊക്കെ മിക്സ് ചെയ്തിട്ട് മിൽക്ക് ചോക്ലേറ്റ് റെഡിയാക്കി എടുക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ കുക്കീസിനകത്ത് ഓൾറെഡി ബട്ടറിൻ്റെ ഒക്കെ ഒരു കണ്ടൻറ്റ് ഉണ്ടാകും. അപ്പോൾ ഒരു ഷൈനിങ് എഫക്റ്റ് കൂടി ഓൾറെഡി നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് ഫഡ്ജിന് കിട്ടും. ശരിക്കും നമ്മൾ സാധാരണ ചോക്ലേറ്റ് കഴിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ഇൻക്ലൂഡായി വരുന്നുണ്ട്. ഈ ഒരു ബിസ്ക്കറ്റൊക്കെ ഉപയോഗിച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കുമ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ വേണം യോജിപ്പിച്ചെടുക്കാൻ. ഒരു നല്ല ഷൈനിങ് ആയിട്ട് ഇതുപോലെ റെഡിയായി കിട്ടും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, പെട്ടെന്ന് റെഡിയായി കിട്ടും. നല്ല ചൂടോട് കൂടി തന്നെ മോൾഡിലോട്ട് ചേർത്ത് കൊടുക്കും. ഞാനിപ്പോൾ ഒരു കപ്പ് കേക്ക് മോൾഡിനകത്തോട്ടേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനകത്ത് ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോന്നിലും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് റെഡിയാക്കി എടുത്തതിനകത്ത് എനിക്ക് ശരിക്കും ഇഷ്ടമാട്ടോ. ഈ അലുമിനിയം ഫോയിലിനകത്ത് വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല ഷേപ്പിൽ ചോക്ലേറ്റ് കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ 2 അതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ചൂടാറിയ ശേഷം ഞാൻ കയ്യിൽ വെച്ച് റോൾ ചെയ്തിട്ടാണ് നമ്മുടെ ഐസ് ക്യൂബ് ട്രേയിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം അത്ര ചൂടോടെ ചേർത്ത് കൊടുക്കുമ്പോൾ എനിക്ക് അത്ര കംഫർട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് റോൾ ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ബോൾ കണ്ടോ, നമ്മൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തന്നെ ഇത് നല്ല സെറ്റായി വരും. റൂം ടെമ്പറേച്ചറിൽ തന്നെ, ശരിക്കും ഫ്രിഡ്ജിനകത്ത് വെക്കേണ്ട ആവശ്യം പോലും ഇല്ല. എന്നാൽ കൂടി നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കാം. ഫ്രീസറിനകത്ത് വെക്കുകയാണെങ്കിൽ അതിലും പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഞാനൊന്ന് ഫ്രീസറിനകത്തോട്ടേക്കാണ് കേട്ടോ വെക്കുന്നത്. ശരിക്കും ഒരു 3-4 മിനിറ്റേ എടുത്തിട്ടുള്ളൂ. നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇത് ശരിക്കും ഈ ഒരു കപ്പിൽ നിന്ന് മാറ്റുമ്പോൾ തന്നെ എനിക്ക് ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. കുട്ടികൾക്ക് കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാവട്ടെ. ശരിക്കും ഒരു ചെറുതായിട്ടൊരു സാൾട്ടഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് വരും. ചെറിയൊരു ഉപ്പ് രസം ഉണ്ടാവും. അതുപോലെ തന്നെ ബട്ടറി ഫ്ലേവറും കണക്കെ തോന്നുന്നുണ്ട് നമുക്ക് കഴിക്കുമ്പോൾ. മുതിർന്നവർക്കാണെങ്കിൽ കൂടി നന്നായിട്ട് കഴിക്കാൻ നല്ല ഇഷ്ടമാവും കേട്ടോ. നമുക്ക് ഇതിനകത്ത് നിന്നൊക്കെ, ഈ മോൾഡിനകത്ത് നിന്ന് ഇതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചുമ്മാ വെറുതെ ഫഡ്ജ് ഓൾറെഡി യൂട്യൂബിനകത്ത് എനിക്ക് തോന്നുന്നു ഒത്തിരി റെസിപ്പീസ്, ഫഡ്ജിൻ്റെ റെസിപ്പീസ് ഉണ്ടാകുമായിരിക്കും. പക്ഷേ എനിക്കൊന്ന് കുക്കീസ് വെച്ചിട്ട് ഇതുവരെ ആരും ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കണ്ടൻസ്ഡ് മിൽക്കുമായിട്ട് കമ്പൈൻ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ശരിക്കും നല്ല സക്സസ് ആയിട്ട് തോന്നി. മോനൊക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ റെസിപ്പി
ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ എഡ്ജസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മെൽറ്റായി പോകത്തൊന്നുമില്ല. നമുക്ക് ഫ്രിഡ്ജിനകത്ത് വേണമെങ്കിൽ ഫ്രിഡ്ജിനകത്ത് ഒത്തിരി നാൾ സൂക്ഷിക്കാം. അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിനകത്ത് വെക്കാം. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ച് പ്ലാസ്റ്റിക് കവറിനകത്താക്കിയിട്ട് സൂക്ഷിക്കുകയൊക്കെ ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നമുക്ക് നല്ല നല്ല വെറൈറ്റി ഡിഷസുമായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.